പ്രതിഷേധം അദ്ദേഹത്തിന് ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾക്ക് ഉണ്ടാകുകയും ചെയ്തു. സാറിന് എഞ്ചിട്ട് ബോധം കെട്ടി വീണ് സാറ് വണ്ടി അങ്ങനെ വലിച്ചു പോലെ സാറിന് വളരെ ക്രൂരമായിട്ട് ഒരു കൊലപാതകനെ കൊണ്ടുപോയത്. എന്നാൽ സാർ ചെയ്ത തെറ്റെന്താണ്? സാറ് കൊണ്ടുപോയത് കുത്തിപ്പിടിച്ച ഒരു കൊലപാതകനെ കൊണ്ടുപോയത്. എന്ത് ചെയ്ത് സാറ്? ചെയ്തില്ല. ഞങ്ങൾ മിണ്ടാടുക്കാം. ശരിയായ നടപടിയാണോ? അപ്പൊ രോഗിയെ അവർ പിടിച്ചുകൊണ്ടോണ്ടില്ലേ? അത് പോലീസുകാരോ അവരുടെ ശേഷം ഈ വാഹനം എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, ആശുപത്രി പരിസരത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ അവിടെയായിരുന്നു വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചിരുന്നത്. അതിനുശേഷം ബോബി ചെമ്മണ്ണൂരിന്റെ അനുയായികൾ എന്ന് കരുതുന്ന ആളുകളാണ് അവിടെ പ്രതിഷേധിച്ചത്. അവർ പോലീസ് വാഹനമടക്കം തല്ലുന്ന ഒരു രംഗങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പ്രതിഷേധമാണ് അവിടെ അല്പസമയം മുൻപ് കണ്ടത്. സിജോ തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. സിജോ, വിവരങ്ങൾ. നമുക്ക് ഇവരുടെ സുഹൃത്തുക്കളുടെ പരിചരണത്തിലേക്ക് തന്നെ പോവാം. എനിക്കറിയില്ല, ഇനി ഉദ്യോഗസ്ഥർ ഇടപെടിയേ ശരിയാവുള്ളൂ. കാരണം ഇത് ശരിയുള്ള ഏർപ്പാടില്ല, മനുഷ്യാവകാശ ലംഘനമാണ് നടന്നിരിക്കുന്നത്. കൃത്യമായിട്ട്, അതായത് കോടതി അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ കൃത്യമായ ഡയറക്ഷൻ കൊടുത്തതാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറെ കൊണ്ടുപോയി കാണിച്ച് സാക്ഷ്യപ്പെടുത്തി കൊണ്ടുപോകണം എന്നുള്ളത്. പക്ഷെ അതുപോലും പാലിക്കപ്പെട്ടിട്ടില്ല. ഇവിടുന്ന് പോലീസിന്റെ ഗുണ്ടായിസമാണ് നടന്നത്. ഇത് കൃത്യമായി ഏതോ വാർത്ത വളച്ചൊടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഗൂഢാലോചന ഭാഗമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പൊ കാക്കനാട് ജയിലിലേക്ക് ഉണ്ടായിരുന്നു. ബോബി ചെമ്മണ്ണൂരുമായുള്ള വാഹനമാണ് നേരത്തെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് വാഹനം പോയിരിക്കുകയാണ്. ബോബി ചെമ്മണ്ണൂരിന്റെ ഫാൻസിന്റെ പ്രതിഷേധമാണ് ജനറൽ ആശുപത്രി പരിസരത്ത് അല്പസമയം മുൻപ് കണ്ടത്. പോലീസ് വാഹനത്തിൽ ഇടിക്കുന്ന സാധ്യത, അത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്കൊക്കെ അവർ കടന്നിരുന്നു. മനുഷ്യാവകാശ ലംഘനമാണ്. മെഡിക്കൽ ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് അടക്കം വേണ്ടതുണ്ട്. ബോബി ചെമ്മണ്ണൂരിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പ്രതിഷേധിച്ച ആളുകൾ പറയുന്നത്. നിലവിൽ ബോബി ചെമ്മണ്ണൂരിനെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം പോലീസ് വാഹനം കാക്കനാട് ജില്ലാ ജയിലിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. സിജോ വിവരങ്ങൾ നൽകും. സിജോ, അവിടെ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? ബോബി ചെമ്മണ്ണൂരിന്റെ ഫാൻസ് അടക്കമുള്ള ആളുകൾ പ്രതിഷേധിച്ചിരുന്നല്ലോ, അവരൊക്കെ എന്താണ് പറയുന്നത് സിജോ? ജില്ലാ ജയിലിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഫാൻസ് എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ് പ്രധാനമായും ഇവിടെ പ്രതിഷേധമായ രംഗത്ത് വന്നിരുന്നത്. അതായത് പുറത്തേക്ക് ഇറക്കുന്നതിന് സമയം നമ്മൾ ഉൾപ്പെടെ ഏവരും കാത്തു നിന്നിരുന്ന അകത്തോട്ട് കയറ്റിക്കൊണ്ടുപോയ പ്രധാന വാതിലുണ്ട്. അതിനുള്ളിലൂടെ തന്നെ ഇറക്കിക്കൊണ്ട് വരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതിന് തൊട്ട് സൈഡിലൂടെയുള്ള ചെറിയൊരു വാതിലിലൂടെ ബോബി ചെമ്മണ്ണൂരിനെ ഉന്തി തള്ളി പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർ ഒരു സൈഡിൽ നിൽക്കുന്നു, മറ്റുള്ള ആളുകളെ ഒരു സൈഡിൽ കാത്തു നിൽക്കുകയാണ്. അതിനിടയിലൂടെയാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കടത്തിക്കൊണ്ടുവരുന്നത്. പക്ഷേ അത് ഇറക്കിക്കൊണ്ട് പോയ സമയത്ത് ഇവിടെ പെട്ടെന്ന് തടയുകയും പോലീസ് ഇവരെ തള്ളി മാറ്റുകയും ചെയ്യുന്നു. അതിനുശേഷം കഴുത്ത് ഇങ്ങനെ ഉന്തി തള്ളി കയറ്റുകയാണെന്നാണ് പറയുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത്. ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതി ജാമ്യം നിഷേധിച്ച് ജയിലിലോട്ട് മാറ്റുകയാണെങ്കിൽ ഇത്തരത്തിലാണോ പ്രതിയെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നുള്ള ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. അവർ ആ വാഹനം മുന്നോട്ട് എടുക്കുമ്പോൾ തന്നെ ആ വാഹനം തടയുകയും അത് ഗ്ലാസുകളിൽ തള്ളി ശക്തമായി ഇടിക്കുകയും ചെയ്തു. പക്ഷേ പോലീസ് ഇവരെ പൂർണ്ണമായും ഫ്രണ്ടിൽ നിന്ന് തള്ളി മാറ്റിയതിന് ശേഷമാണ് ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെയാണ് ഒരു ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ഒരാളെ, കോടതിയുടെ ഉത്തരവ് പ്രകാരം ഒരു ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ആളെ ട്രീറ്റ് ചെയ്യുന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അവർ ചോദിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വളരെ കഷ്ടപ്പെട്ടാണ് ബോബി ചെമ്മണ്ണൂരിനെ ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോയെന്നുള്ള കാര്യത്തിൽ സത്യമാണ്. പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ കൂടി നിൽക്കുന്നു, മാധ്യമപ്രവർത്തകരുടെ നീണ്ടു നിരയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ പ്രധാന ഈ ഗേറ്റ് വഴി അല്ലെങ്കിൽ വാതിൽ വഴി കൊണ്ടുപോകാതെ സൈഡിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നത്. പക്ഷേ അത് പെട്ടെന്ന് ഒരു കൺജസ്റ്റഡ് ആകുകയാണ് ചെയ്തത്. ബോബി ചെമ്മണ്ണൂർ അതിനുള്ളിൽ പെട്ടെന്ന് കുരുങ്ങുന്ന അവസ്ഥയുണ്ടായിരുന്നു. മാധ്യമങ്ങൾ പോലും പ്രതീക്ഷിക്കുന്നില്ല ആ വഴി, ചെറിയ വഴിയിലൂടെ കടത്തിക്കൊണ്ട് പോരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അവരെ ബോബി ചെമ്മണ്ണൂരിനെ കാത്തു നിന്ന ആളുകൾ പെട്ടെന്ന്
വണ്ടി തടയുകയും പ്രതിഷേധമായി വരികയാണ് ചെയ്തത്. നമ്മളിപ്പോൾ നിൽക്കുന്ന തിരക്കേറിയ റോഡാണ്. ഇവിടെ നിന്ന് വാഹനം പോയ ഉടനെ തന്നെ അവരൊരു 50 മീറ്ററോളം പുറത്തേക്ക് പോവുകയും ആണ് സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അത്തരത്തിൽ ചെയ്തത് ശരിയായില്ലെന്നുള്ള നിലപാടാണ് ഇപ്പോൾ. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ പ്രതികരണങ്ങൾ തന്നെ നമുക്ക് ഒരിക്കൽ കൂടി പോകാം. ഇതൊരു ആക്ടാക്കി മാറ്റുകയും ചെയ്യുമെന്നാണ് പോലീസ് ഭീഷണിപ്പെടുത്തിയത്. അത് ഇനിയിപ്പോൾ ആരൊക്കെ പേരിൽ ആ കേസ് വരുമെന്ന് അറിയില്ല. പോലീസ് വാഹനം തടഞ്ഞു അതുകൊണ്ടാണോ പോലീസ് വാഹനം തടഞ്ഞു പറഞ്ഞാൽ ഇത് അവർ ആവശ്യപ്പെട്ടത് ഞാനും കേട്ടതാണ്. ആ ഇരുട്ട് മുറിയിൽ ലൈറ്റ് ഫാൻ ഇട്ട് കൊടുക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. അതുപോലും ചെയ്യാതെ പോലീസ് ആ ഇരുട്ട് മുറിയിലിട്ട് ബാക്ക് ഡോർ വഴി കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. ഇത് ശരിക്കും പോലീസ് ഗുണ്ടായിസം കാണിച്ചതാണ്. ഇത് ശരിയല്ല, എഗെയിൻസ്റ്റ് ലോ ആണ്. ഒക്കെ ആയിക്കോട്ടെ, ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ആളായിക്കോട്ടെ, ഒക്കെ ആയിക്കോട്ടെ, പക്ഷെ ചെയ്തത് ശരിയല്ല. പക്ഷെ അതൊരിക്കലും പോലീസ് വാഹനം തടഞ്ഞതിനെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ അക്രമത്തെ ന്യായീകരിച്ചോ അല്ല. പക്ഷേ ഞങ്ങളൊക്കെ ശ്രമിച്ചത് ഒരാൾക്ക്, കുറ്റാരോപിതനായ ഒരാൾക്ക് കിട്ടേണ്ട മിനിമം പരിരക്ഷ, നിയമപരിരക്ഷ കിട്ടണം. അത് ഇന്ന് കിട്ടിയിട്ടില്ല. അത്രയേ പറയാനുള്ളൂ. അതായത് സുഹൃത്തെ, ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് കോടതിയിൽ നിന്ന് വിധി കേൾക്കുന്നതിന് മുന്നേ തന്നെ ആള് BP കുറഞ്ഞ് ഡൗൺ ആണ്. വിധി കേട്ട ഉടനെ ആൾ അവിടെ ഫേഡായി വീണപ്പോൾ പോലീസുകാർ നാരങ്ങ വെള്ളം കൊണ്ട് കൊടുത്ത് ഒതുക്കാൻ നോക്കി. അപ്പോൾ നാരങ്ങ വെള്ളം പോരാ, ഞങ്ങൾ സബ്മിഷൻ പറഞ്ഞു കോടതിയിൽ, ജില്ലാ മെഡിക്കൽ ഓഫീസറെ കാണിച്ചിട്ട് വേണം കൊണ്ടുപോകാൻ എന്നുള്ളത്. അങ്ങനെ കോടതി അത് ഉത്തരവാക്കി. അത് പേരിന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. 4 പോലീസുകാർ ആരും കയറ്റാതെ ഡോക്ടറോട് സംസാരിച്ചു. അതായത് അവർക്ക് ആവശ്യം ഇന്ന് അവിടെ കൊണ്ട് ജയിലിൽ അടയ്ക്കുക എന്നുള്ളതാണ്. അത് ആരുടെ നടപടിയാണ് എന്താണെന്നൊന്നും അറിയില്ല. കൃത്യമായി പരിശോധനകൾ നടന്നിട്ടില്ലേ? കൃത്യമായ പരിശോധന നടന്നോന്ന് വെച്ചാൽ ഞങ്ങൾ കയറി രണ്ടാമത്, അതായത് കച്ചറ ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സംസാരിക്കട്ടെ എന്നാണ് വക്കീൽ നിലയ്ക്ക് ഞാൻ ഡോക്ടറോട് സംസാരിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ചെറിയൊരു വേരിയേഷനെ കണ്ടിട്ടുള്ളൂ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ പരിശോധനയ്ക്ക് റെഫർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ അതല്ല വിഷയം, അവിടെ ഇരുട്ട് മുറിയിലാണ് അടച്ചിട്ടിരിക്കുന്നത് പറഞ്ഞു. അത് നോക്കാൻ ഡോക്ടർ ഓടി വരുന്ന സമയം കൊണ്ട് ഇപ്പുറത്തെ ഡോർ തുറന്ന് ഓടിക്കൊണ്ട് കളഞ്ഞു. അത് ശരിയുള്ള ഏർപ്പാടല്ല. ഡോക്ടർക്ക് നോക്കാനുള്ള സാവകാശം അവർ കൊടുത്തില്ല. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് അവർ വ്യക്തമാക്കിയേ പറ്റൂ. ഇപ്പോൾ ആരോഗ്യസ്ഥിതി എന്താണ് അറിയില്ല, ആർക്കും അറിയില്ല. ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലക്ക് എന്നോടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ബന്ധുക്കളോടോ ആരോടോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ആർക്കും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നില അറിയില്ല. പിന്നെ എന്തിനു തിരക്കപ്പെട്ടുകൊണ്ട് ഇന്നെന്താ എപ്പം കൊണ്ടായാലും അവിടെ ആക്കിക്കൂടെ? വാഹനം തടയാന്ന് പറഞ്ഞാലുണ്ട്, പ്രകോപനപരമായി തടയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ന്യായീകരിക്കില്ല. പക്ഷേ നമ്മളുടെ ആവശ്യം എന്താ വെച്ചാൽ ഇരുട്ട് മുറിയിൽ അടച്ചിട്ടിട്ട്, നിങ്ങൾക്കിപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം, അല്ലെങ്കിൽ ആ റൂം ഇപ്പോഴും നോക്കിയാൽ കാണാം, വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം, അതിനകത്ത് ലൈറ്റില്ല, ഫാനില്ല. ആ റൂമിലാണ് നെഞ്ഞുവേന വന്ന ഒരാളെ 15 മിനിറ്റോളം ഇരുത്തിയത്. എന്നിട്ട് ഡോക്ടറെ വിളിച്ച് കൊണ്ടുവന്ന് 2ാമത് ECG എടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പം ഒരു വഴിക്ക് ഇറക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിനാണ് എതിരാണ് ഞങ്ങൾ പറയുന്നത്. അത് ചെയ്യാൻ പാടില്ല. കോടതിയെ സമീപിക്കുമോ? സിജോ, ഈ സംസാരിക്കുന്നത് ഇത് ആരാണ് സിജോ? ഈ ആരോപണങ്ങളടക്കം ഉന്നയിക്കുന്നത് ആരാണ്? അദ്ദേഹം പറയുന്നത് കൃത്യമായ വൈദ്യസഹായം ബോബി ചെമ്മണ്ണൂരിന് നൽകിയിട്ടില്ല, അദ്ദേഹത്തെ ക്രൂരമായ രീതിയിലാണ് കൊണ്ടുപോയത് എന്ന രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടല്ലോ. അത് ആരാണ്? ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത് ആരാണ്?